വാഴ 2 നമ്മുടെ ഹാഷിറാൻ്റെയും പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്ന ഏറ്റവും പുതിയ ചിത്രം. ഹാഷിർ മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ നമ്മുടെ അമീനൊക്കെ ഉണ്ട് പ്രധാന കഥാപാത്രങ്ങളായിട്ട്. സോ വിപിൻ ദാസ് ആണത് റൈറ്റ് ചെയ്തിരിക്കുന്നത്. വാഴ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുള്ളവർക്കെല്ലാം അറിയാം. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് വരുന്ന ആ വാഴയിൽ ആ ഒരു ഇതിനകത്തുള്ള വേറെ ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ഒരു കഥയാണ്. സവിനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം അത് കാണാം. എന്താണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് കാണാം. ഓ, ആ വാഴയുടെ ഒരു സ്വഭാവം തന്നെ ആയിരിക്കും ഇതിനകത്തും. ഉഫ്. പ്രേമത്തിന് ശേഷം അത് കിഡ് സാധനം, കിഡ് റെഫറൻസ് ആയിരുന്നു. അഷ്റേ. ഊഫ്. അവരുടെ ആക്ച്വലി ആ ടീം എൻ്റെ ടീമുണ്ട്, അത് കൊള്ളാം. നമ്മുടെ യുറേക്ക മേരി, അജു വർഗീസ്, വിജയബാബു, എല്ലാവരും ഉണ്ടല്ലോ. ലൂസിഫർ മറ്റേനകത്ത് ദൃശ്യമായിരുന്നു, ഇതിനകത്ത് ലൂസിഫറാണ്. ഇതിനകത്ത് ഇതുണ്ടല്ലേ. വിപിൻ ദാസ് ഒരു സെന്റിമെന്റ്. അവസാനം പുറത്തിറങ്ങാനും കലങ്ങിയിരിക്കാനൊക്കെ ആരും കാണത്തില്ല. Biopic of Billion Bros. വാഴ സിനിമയുടെ ആ ഒരു ഇപ്പോൾ ഈവൻ ട്രെയിലർ ആണെങ്കിൽ പോലും ആ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ആദ്യം കുറച്ച് വൈബ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. എന്തായാലും വാഴ എന്ന് പറയുന്ന സിനിമയുടെ ഒരു സീരിയസ് നോട്ട് ഉണ്ടായിരുന്നു അതിനകത്ത്, പറയാൻ ഉദ്ദേശിച്ചൊരു സീരിയസ് നോട്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഫ്രണ്ട്ഷിപ്പിനാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ. മറ്റേതിനകത്ത് കുറച്ചുകൂടെ ഒരു ഫാമിലി ഇമോഷൻ, അച്ഛൻ മകൻ ബന്ധമൊക്കെയാണ്. ഇതിനകത്ത് അതുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ആ ഫ്രണ്ട്സ് തമ്മിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു ഡിസ്കസ് ചെയ്യുന്നത്. ആശ്രാൻ ടീം എന്താ പറയുക, വാഴ ഫസ്റ്റിൽ തന്നെ അവർക്ക് നല്ലൊരു കിടിലൻ എൻട്രി പോലാണ്. ആ സിനിമയ്ക്ക് അത് കുറച്ച് നേരമേ ഉള്ളൂ, എന്നാൽ പോലും പൊളിച്ചടുക്കിയിട്ടുണ്ട്. സോ അവരുടെ ഒരു മുഴുനീള സിനിമ, എസ്പെഷ്യലി ഒരു എന്താ പറയുക, ഇപ്പോൾ കോമഡിയൊക്കെ എന്ന് വെച്ചാൽ അവരുടെ ടെറിട്ടറിയാണ്, അതിനകത്തൊന്നും പറയാനില്ല. അവരുടെ ഒരു രീതിയിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ ആയിരിക്കും. പക്ഷേ സെൻറ്റിമെൻറ്റ്സും അങ്ങനത്തെ കുറച്ചുകൂടെ അഭിനയ പ്രാധാന്യമുള്ള സാധനം വന്നപ്പോൾ ആ ഒരു ഏരിയയിൽ ഒരു കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. ഒരു സോഷ്യൽ മീഡിയ എന്ന് വന്ന ഒരു ടീമിന് കിട്ടുന്നൊരു ഭയങ്കര റെക്കഗ്നീഷനാണ്. അവർ മെയിൻ കഥാപാത്രങ്ങളായിട്ട് ഹാഷ്റാൻ ടീം മാത്രമല്ല, അമീൻ, കുഡോസ് മീഡിയ ഉണ്ട്, പിന്നെ യുറേക്കയില, നമ്മുടെ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അവരൊക്കെ ഉണ്ട്. ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് വന്നിരിക്കുന്ന അവരാണ് ഇതിനകത്ത് മെയിൻ കഥാപാത്രങ്ങളായിട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സീനിയർ സുധീഷ് ചേട്ടനുണ്ട്, ബിജുക്കുട്ടൻ ചേട്ടനുണ്ട്, നമ്മുടെ അൽഫോൺസ് പുത്രൻ. ആ ഒരു റെഫറൻസ് പരിപാടി അടിപൊളിയാണ്. അത് കറക്റ്റായിട്ട്, അത് വേറെ ആരെയും കൊണ്ട് അവിടെ വെച്ചിട്ട് കാര്യമില്ല, അത് കറക്റ്റായിട്ടുള്ള റെഫറൻസ് പോയിൻ്റ് തന്നെയാണ്. പിന്നെ ഈ ഒരു സിനിമയ്ക്കകത്ത് ഒരുപാട്, എനിക്കൊന്ന് 9 മ്യൂസിക് ഡയറക്ടേഴ്സ് എന്തോ ഉണ്ട് ഈ ഒരു ഇതിനകത്ത്. അങ്കിത് മേനോനാണ് അതിൻ്റെ സൂപ്പർവിഷൻ. പക്ഷേ ഏകദേശം 9 അതായത് കമ്പോസ് ചെയ്യുന്ന ഒരു 9 പേരോളം ഉണ്ട്. 10 പാട്ടുകളെന്തോ ഉണ്ട്. സോ അതൊരു സിറ്റുവേഷണൽ സോങ്സ് ആയിരിക്കും, അല്ലാതെ സെപ്പറേറ്റ് നമ്മുടെ മറ്റൊരു ടോട്ടലി സ്വിച്ച് ചെയ്തൊരു പാട്ടിലേക്ക് പോകുന്നു പിന്നീട് വരുന്നു, അങ്ങനെ എല്ലാവരും സിറ്റുവേഷൻ സോങ്സ് ആയിരിക്കും. അത് ഭയങ്കരമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് വാഴയ്ക്കകത്തുണ്ട് കുറേ പാട്ടുകളുണ്ട്. സോ വിപിൻ ദാസ് റൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു കോമഡി ഉണ്ട്, ഫുൾ ടൈം ഒരു എൻ്റർടൈനർ സെറ്റപ്പ് തന്നെ ആയിരിക്കും. പക്ഷേ അതിനകത്തൊരു സീരിയസ് നോട്ടൂടെ പറഞ്ഞൊരു ഫ്രണ്ട്ഷിപ്പ്, എനിക്ക് തോന്നുന്ന ഒരു ഫ്രണ്ട്ഷിപ്പിനായിരിക്കും കൂടുതൽ. മറ്റേനകത്ത് ആ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, എന്നാൽ പോലും ഒരു അച്ഛൻ മകൻ ബന്ധം അല്ലെങ്കിൽ ആ ഫാമിലിയായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളാണ്. സോ ഇതും ഫ്രണ്ട്ഷിപ്പിനോട് കുറച്ചുകൂടി ഒരു ബാലൻസ് കൊടുത്തിട്ട് അങ്ങനെ ആയിരിക്കണം ഈ ഒരു പടം വരുന്നത്. സോ അതിൻ്റെ ടാഗ് ലൈൻ തന്നെ ബയോപിക് ഓഫ് എ ബില്യൺ ബ്രോസ് എന്നാണ്. സോ ആ ഒരു ബ്രദർഹുഡിനെ പറ്റി ആയിരിക്കാം ഈ ഒരു സിനിമ വരുന്നത്. എൻ്റെ ഹാഷിറാൻ ടീം, ഈ സിനിമയുടെ മൊത്തം ടീമിൻ്റെയും ഒരു കിടിലൻ പ്രോഡക്റ്റ്. ഇത് ആക്ച്വലി നമ്മുടെ ദൃശ്യം
3യുടെ കൂടെ ആയിരുന്നു വരേണ്ടിയിരുന്നത്. പക്ഷേ ദൃശ്യം അടുത്ത അടുത്തല്ല മെയ്യിലേക്ക് മാറ്റിയത് കൊണ്ട് ഇതൊരു സോളോ റിലീസ് പോലെ ആയിരിക്കും വരുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇവരെല്ലാം. അമീൻ ആൻഡ് ടീമിനെ പറയണം. അവർ ഓൾറെഡി കുറേ സിനിമകൾ ഇപ്പോൾ അമീൻ എസ്പെഷ്യലി അമീൻ മാത്രമാണെങ്കിൽ പോലും കുറേ സിനിമകളിൽ വന്നു. ഇവരുടെ കൂട്ടത്തിൽ അവർക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ഫുൾ ഉള്ളത് ഈ ഒരു ടീം തന്നെ ആയിരിക്കും. ബാക്കിയുള്ള അമീൻ ടീമൊക്കെ ആ ഒരു സ്കൂൾ ടൈമും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എനിക്കൊരു ആ ഒരു വാഴ യൂണിവേഴ്സ് അല്ലെങ്കിൽ വാഴ സിനിമയുടെ ഒരു കണ്ടിന്യൂഷൻ ആകുമ്പോൾ ആ ഒരു രീതിയിൽ തന്നെ പറഞ്ഞൊരു ലൈറ്റായിട്ടൊരു കാര്യം പറയുന്നു. പിന്നെ അതിനകത്തൊരു സീരിയസ് നോട്ട് പറയുന്നു. എനിക്ക് തോന്നുന്നു ഇവരൊക്കെ പല രാജ്യങ്ങളിലൊക്കെ ജോലിക്കൊക്കെ പോകുന്ന ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ തുടങ്ങുന്നു, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതിനെപ്പറ്റിയൊക്കെ ആയിരിക്കും. കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ സിനിമ ഇറങ്ങിയതിന് ശേഷം സംസാരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നല്ല കിടിലനൊരു ട്രീറ്റ് തന്നെ ആയിരിക്കും. ഓൾ ദി ബെസ്റ്റ് ഹാഷിർ ആൻഡ് ടീം ആൻഡ് എൻ്റെ ടീമിനൊരു ഓൾ ദി ബെസ്റ്റ്. കിടിലനൊരു സിനിമ വരട്ടെ. എല്ലാവർക്കും തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന അവരുടെ സോഷ്യൽ മീഡിയയിൽ അവരുടെ വീഡിയോസ് കാണുന്നുണ്ട്. ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് നമുക്ക് അങ്ങനെ ഭയങ്കര സംഭവമൊന്നുമല്ല. പക്ഷെ എന്നാലും അവരുടെ ഒരു ആക്ട് തന്നെ നമ്മളെ ചിരിപ്പിക്കും. അവരുടെ ഒരു മുഴുനീള സിനിമ വരുമ്പോൾ വളരെ സന്തോഷം. നിങ്ങൾ ഈ ഒരു ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം പറയാം.